ഡെൻ്റൽ അസിസ്റ്റൻറ്റ് കോഴ്സിൻ്റെ പ്രോസ്തഡോണ്ടിക്സ് തിയറി വീഡിയോ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോയിൽ ഫിക്സഡ് പ്രോസ്തഡോണ്ടിക്സ്, ഇമീഡിയറ്റ് ഡെൻചർ, ഓവർ ഡെൻചർ, റീലൈനിങ് ആൻഡ് റീബേസിംഗ് ഇത്രയും ഭാഗങ്ങളാണ് പഠിക്കുന്നത്. ഫിക്സഡ് പ്രോസ്തഡോണ്ടിക്സ് കൃത്രിമ ദന്തശാസ്ത്ര ശാഖയുടെ ഒരു വിഭാഗമാണ് സ്ഥിര കൃത്രിമ ദന്ത വിഭാഗം. ഒന്നോ അതിലധികമോ നഷ്ടപ്പെട്ട പല്ലുകളെ കൃത്രിമമായി പുനർസൃഷ്ടിച്ച് സ്ഥിരമായി വായയിൽ ഉറപ്പിക്കുന്നവയാണ് സ്ഥിര കൃത്രിമ ദന്തങ്ങൾ അഥവാ ഫിക്സഡ് പാർഷ്യൽ ഡെൻചേഴ്സ്. The branch of prosthodontics concerned with the replacement and or restoration of teeth by artificial substitutes that are not readily removed from the mouth. The fixed prosthesis can be in the form of single cast crown or multiple unit of cast crown joined together, commonly referred to as fixed partial denture or bridges. സ്ഥിര കൃത്രിമ ദന്തങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പല്ലുകളുടെ ചവയ്ക്കുവാനുള്ള ശേഷി പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരിക, പല്ലുകൾ നഷ്ടപ്പെട്ടതുകൊണ്ടുള്ള അഭംഗി മെച്ചപ്പെടുത്തുക, സംസാരശേഷി മെച്ചപ്പെടുത്തുക, വദനാരോഗ്യം മെച്ചപ്പെടുത്തുക, ദന്തനിരകളുടെ ബാലൻസ് നിലനിർത്താനും മേൽത്താടിയിലെയും കീഴ്ത്താടിയിലെയും പല്ലുകൾ തമ്മിലുള്ള പരസ്പര ബന്ധം നിലനിർത്തുകയും ചെയ്യുക. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിക്സഡ് പ്രോസ്തെസിസ്? To restore masticatory function, to improve appearance, to improve speech, to promote good oral hygiene, to stabilize arch form and occlusion. Indications for FPD: short span edentulous arches, one or two adjacent teeth are missing in the same arch. Presence of sound teeth that can offer sufficient support adjacent to edentulous spaces. When the supporting tissues are healthy and suitable abutment teeth are present. Good oral hygiene, patient's preference. സ്ഥിര കൃത്രിമ ദന്തങ്ങൾ വയ്ക്കുവാനുള്ള സൂചനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നോ അതിലധികമോ പല്ലുകൾ നഷ്ടപ്പെടുക, നഷ്ടപ്പെട്ട പല്ലുകൾക്ക് ഇരുവശത്തും ആരോഗ്യമുള്ള പല്ലുകളും മോണയും ഉണ്ടായിരിക്കുക, നല്ല വദന ശുചിത്വം രോഗിയുടെ പരിഗണന. What are the contraindications for FPD? Large amount of bone loss as in trauma, very young patients where the teeth have large pulp chambers, presence of periodontal disease and periodontal compromised abutments, long span edentulous spaces, bilateral edentulous spaces which require cross arch stabilization, lack of supporting tissue and alveolar bone, excessive mobility of abutment teeth, patient with poor oral hygiene, patient who cannot afford treatment. സ്ഥിര കൃത്രിമ ദന്തങ്ങളുടെ പ്രതികൂല ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പല്ലുകൾ നഷ്ടപ്പെടുന്നതിനോടൊപ്പം ഭീമമായ തോതിൽ പല്ലുകളെ താങ്ങി നിർത്തുന്ന അസ്ഥികളുടെ ശോഷണം, ഉദാഹരണമായി അപകടങ്ങളിൽ പറ്റുന്നത് പോലെ. വളരെയധികം വലിപ്പമുള്ള പല്ലിൻ്റെ പൾപ്പ് ചേമ്പർ, യങ് പേഷ്യൻസിന് പൾപ്പ് ചേമ്പർ വളരെ വലുതായിരിക്കും. വളരെയധികം പല്ലുകൾ ഒന്നിച്ച് ഒരേ വരിയിൽ നഷ്ടപ്പെട്ടു പോയാൽ, ദറ്റ് ഈസ് ലോങ് സ്പാൻ ഇഡൻജുലസ് സ്പേസസ്. സ്ഥിര കൃത്രിമ ദന്തങ്ങളെ താങ്ങി നിർത്താനുള്ള മോണയും മോണയുടെ ഭാഗത്തെ അസ്ഥിയും തീരെ ഇല്ലാതിരിക്കുക, സ്ഥിര കൃത്രിമ ദന്തങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ ഉപയോഗിക്കുന്ന പല്ലുകളുടെ ബലക്കുറവ്, വളരെ മോശം വദനാരോഗ്യം, സാമ്പത്തികമായി പ്രയാസമുള്ള രോഗികൾ, ഇത്തരം സന്ദർഭങ്ങളിൽ സ്ഥിര കൃത്രിമ ദന്തങ്ങൾ കൊടുക്കുന്നതല്ല. അടുത്തതായി ടൈപ്സ് ഓഫ് ഫിക്സഡ് പ്രോസ്തെസിസ്. Inlays. Inlays is a fixed intracoronal restoration. It is used for medium-sized single-tooth proximo-occlusal and gingival lesions. Inlay. ഇൻലേ എന്ന് പറയുന്നത് പല്ലിൻ്റെ കേട്, പല്ലിൻ്റെ ചവയ്ക്കുന്ന പ്രതലത്തോടൊപ്പം തന്നെ തൊട്ടടുത്ത പല്ലുമായി സമ്പർക്കത്തിൽ നിൽക്കുന്ന ഭാഗം വരെ എത്തിയാൽ ആ ഭാഗങ്ങൾ ലോഹത്തിൽ വാർത്തെടുത്ത് പുനഃസൃഷ്ടിച്ച് പല്ലിലേക്ക് സിമെൻറ്റ് ഉപയോഗിച്ച് ഉറപ്പിക്കുന്നതാണ് ഇൻലേ. അടുത്തത് ഓൺലേ. ഓൺലേ ഈസ് എൻ ഇൻട്രാകൊറോണൽ റീസ്റ്റോറേഷൻ that restores one or more cusp and adjoining occlusal surfaces or the entire occlusal surface and is retained by mechanical or adhesive means.
പല്ലുകളെ ബാധിച്ചിരിക്കുന്ന കേടുപാടുകൾ അവയുടെ ഒന്നോ അതിലധികമോ കസ്പുകൾ എന്നറിയപ്പെടുന്ന ഭാഗങ്ങളെ ബാധിച്ചാൽ അവയെ പുനർസൃഷ്ടിച്ച് പല്ലിൽ സിമെൻറ്റ് ചെയ്ത് ഉറപ്പിക്കുന്നതിനാണ് ഓൺലേ എന്ന് പറയുന്നത്. കാസ്റ്റ് ക്രൗൺസ്. ഫുൾ കവറേജ് crown is an extracoronal restoration that covers the outer surface of a clinical crown, and partial coverage crown, a restoration that restores all but one coronal surface of the crown, is usually not restoring or covering the facial surface. Types 3/4 crown and 7/8 crown. പല്ലിൻ്റെ കേടൊരു പരിധിയിലപ്പുറം കൂടിയാൽ അവയുടെ പുനഃസൃഷ്ടി ലോഹത്തിലോ സിർക്കോണിയം പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചോ വാർത്തെടുത്ത് പുനഃസൃഷ്ടിക്കുന്ന ഒന്നാണ് ക്രൗൺ. ഇവയും സിമൻറ്റ് ഉപയോഗിച്ചാണ് പല്ലിൽ ഉറപ്പിക്കുന്നത്. ഇതിൽ തന്നെ പല്ലിനെ മുഴുവനായും പൊതിഞ്ഞു നിർത്തുന്ന ഫുൾ ക്രൗണും ഭാഗികമായി പൊതിഞ്ഞു നിർത്തുന്ന പാർഷ്യൽ ക്രൗണും ഉണ്ട്. ഫിക്സ്ഡ് പാർഷ്യൽ ഡെഞ്ചർ or bridges. It is a type of cast restoration which replaces or restores one or more teeth that are cemented onto the adjacent prepared tooth or teeth. FPDs are usually referred in unit, that is 3-unit FPD which replaces one missing tooth and so on. These are the component parts of a fixed partial denture. നഷ്ടപ്പെട്ടു പോയ പല്ലിൻ്റെ സ്ഥാനത്ത് വയ്ക്കുവാനായി നിർമ്മിക്കപ്പെടുന്ന പല്ല് സമീപസ്ഥമായ പല്ലുകളിൽ ഘടിപ്പിക്കുന്ന രീതിയാണ് ഫിക്സ്ഡ് പാർഷ്യൽ ഡെഞ്ചർ ഓർ ബ്രിഡ്ജ്. എഫ് പി ഡിയുടെ ഭാഗങ്ങൾ റീറ്റെയ്നർ, പോണ്ടിക്, കണക്റ്റർ ആൻഡ് അബട്ട്മെൻറ്റ്. ദിസ് ഈസ് ദ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് components of FPD: retainer, pontic, connector and the abutment teeth. Retainers are extracoronal restorations that are cemented onto the prepared abutment teeth. സ്ഥിര കൃത്രിമ ദന്തങ്ങൾ ഘടിപ്പിക്കുവാൻ തയ്യാറാക്കിയ ആരോഗ്യമുള്ള പല്ലുകളുടെ മുകളിൽ, ദാറ്റ് ഈസ് അബട്ട്മെൻറ്റിൻ്റെ മുകളിൽ ആവരണം ചെയ്യുന്ന ഭാഗമാണ് റീറ്റെയ്നർ. പോണ്ടിക്, an artificial tooth on a fixed dental prosthesis that replaces a missing natural tooth, restores its function and usually fills the space previously occupied by the clinical crown. നഷ്ടപ്പെട്ട പല്ലുകളെ പുനർസൃഷ്ടിക്കുന്ന ഭാഗവും അതോടൊപ്പം അതിൻ്റെ ധർമ്മങ്ങളും നഷ്ടപ്പെട്ട പോയ പല്ലിൻ്റെ ഭാഗങ്ങളിൽ വരുന്നതുമായ ഭാഗമാണ് പോണ്ടിക്. കണക്റ്റർ, the portion of a fixed dental prosthesis that unite the retainers and the pontic. റീറ്റെയ്നറിനെയും പോണ്ടിക്കിനെയും ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് കണക്റ്റർ. അബട്ട്മെൻറ്റ്, a tooth serving as an attachment for a fixed partial denture is called an abutment. കൃത്രിമ ദന്തങ്ങളെ താങ്ങി നിർത്തുന്ന ആരോഗ്യമുള്ള പല്ലുകളെയാണ് അബട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ക്രൗൺ ആൻഡ് ബ്രിഡ്ജ്. Veneers. It's a layer of material placed over a tooth either to improve the aesthetics of a tooth or to protect the tooth surface from damage. Two types are the direct veneers and indirect veneers. Direct veneers are prepared directly on the prepared tooth or the teeth in the clinic. Example, direct composite veneers. Indirect veneers are prepared in the laboratory and is cemented onto the tooth. Example, പോഴ്സ്ലൈൻ ലാമിനേറ്റ് വെനീഴ്സ്. പല്ലുകളുടെ ഭംഗിയും അതോടൊപ്പം തന്നെ പല്ലിൻ്റെ കേടുപാടുകൾ വർദ്ധിക്കാതിരിക്കാനും ചില പ്രത്യേക വസ്തുക്കൾ ഉപയോഗിച്ച് പാളികളായി പല്ലിൻ്റെ പ്രതലത്തിൽ ഉറപ്പിക്കുന്നവയാണ് വെനീഴ്സ്. രണ്ട് തരമാണുള്ളത്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ഡയറക്റ്റ് വെനീഴ്സ് രോഗിയുടെ വായിൽ ക്ലിനിക്കിൽ വെച്ച് നേരിട്ട് ചെയ്യുന്ന രീതിയാണ്, കോമ്പോസിറ്റ് ആണ് എക്സാമ്പിൾ. ഇൻഡയറക്റ്റ് വെനീഴ്സ് ഇവ ലാബോറട്ടറിയിൽ നിന്ന് തയ്യാറാക്കുകയും ശേഷം സിമൻറ്റ് ഉപയോഗിച്ച് പല്ലിൽ ഉറപ്പിക്കുന്നവയുമാണ് ഇൻഡയറക്റ്റ് വെനിയർ. ഉദാഹരണം പോഴ്സ്ലൈൻ ലാമിനേറ്റ് വെനീഴ്സ്. ഇനി ബ്രിഡ്ജസിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഫിക്സഡ് സപ്പോർട്ടഡ്, ഫിക്സഡ് ഫ്രീ, സ്പ്രിംഗ് കാൻഡിലിവർ, റിമൂവബിൾ ബ്രിഡ്ജസ് ആൻഡ് അഡ്ഹസീവ് ബ്രിഡ്ജസ്. ഓരോന്നായിട്ട് നോക്കാം. ഫിക്സഡ് ബ്രിഡ്ജ്. It is a bridge in which the pontic is joined at both ends to the retainer
by rigid connectors. സ്ഥിര കൃത്രിമ ദന്തങ്ങളിൽ പോണ്ടിക് റീറ്റെയിനറുമായി രണ്ടറ്റത്തും ദൃഢമായി ബന്ധിച്ചിരിക്കുന്നതാണ് ഫിക്സഡ് ബ്രിഡ്ജ്. ഫിക്സഡ് സപ്പോർട്ടഡ് ബ്രിഡ്ജ്. ഇറ്റ് ഈസ് എ ബ്രിഡ്ജ് in which the pontic is joined at one end to the retainer by a rigid connector and the other end by a non-rigid connector. ഈ കൃത്രിമ സ്ഥിരദന്തങ്ങളിൽ പോണ്ടിക് എന്ന ഭാഗം റീറ്റെയിനർ ഭാഗവുമായി ഒരു ഭാഗത്ത് ദൃഢമായും മറ്റേ ഭാഗത്ത് ദൃഢമല്ലാതെയും ഉറപ്പിക്കുന്നതാണ് ഫിക്സഡ് സപ്പോർട്ടഡ് ബ്രിഡ്ജ്. ഫിക്സഡ് ഫ്രീ ബ്രിഡ്ജ്. Another name, cantilever bridge. It is a bridge in which the pontic is joined to the retainer at one end only and the other end is free or unsupported. ഇത്തരം സ്ഥിരദന്തങ്ങളിൽ പോണ്ടിക് എന്ന ഭാഗം റീറ്റെയിനറുമായി ഒരു ഭാഗം മാത്രം ദൃഢമായി ബന്ധിച്ചിരിക്കുന്നു, മറ്റേ ഭാഗം സ്വതന്ത്രമായി നിൽക്കും. സ്പ്രിംഗ് കാന്റിലിവർ ബ്രിഡ്ജ്. It is a bridge in which the pontic takes its support from a remote abutment by a resilient curved arm or palatal spring. ഇത്തരം ബ്രിഡ്ജുകളിൽ പോണ്ടിക് എന്ന ഭാഗം അബട്ട്മെൻറ്റ് ഭാഗത്തിന് ഒന്നോ രണ്ടോ പല്ലുകൾ അപ്പുറത്തുള്ള അബട്ട്മെൻറ്റുമായിട്ടാണ് കണക്ഷൻ വരുന്നത്. ഒരു പാലറ്റൽ സ്പ്രിംഗ് പോലുള്ളവ ഉപയോഗിച്ചാണ് ഘടിപ്പിക്കുന്നത്. റിമൂവബിൾ ബ്രിഡ്ജ്. ഇറ്റ് ഈസ് എ ബ്രിഡ്ജ് ഇൻ വിച്ച് the connector is made up of two parts, one fixed to the retainer and the other soldered to the pontic. The bridge can be removed by the patient for cleaning purposes. ഇത്തരം കൃത്രിമ സ്ഥിരദന്തങ്ങളിൽ കണക്ടർ ഭാഗത്ത് രണ്ട് ഭാഗങ്ങൾ ഉണ്ടാകും. ഒന്ന് റീറ്റെയിനറുമായി ബന്ധിപ്പിക്കുകയും മറ്റേ ഭാഗം പോണ്ടിക് എന്ന ഭാഗത്തേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയും ചെയ്യും. ഇത്തരം ബ്രിഡ്ജ് രോഗിക്ക് സ്വയം ഊരിയെടുക്കുവാനും ക്ലീൻ ചെയ്യുവാനും പറ്റും. അഡ്ഹസീവ് ബ്രിഡ്ജ്. ഇറ്റ് ഈസ് എ കൺസർവേറ്റീവ് ബ്രിഡ്ജ് വിത്ത് എ മിനിമം ടൂത്ത് പ്രിപ്പറേഷൻ ആൻഡ് റീറ്റെയിൻഡ് ഓൺ ടീത്ത് ബൈ യൂസിങ് എ അഡ്ഹസീവ് റെസിൻ സിമെൻറ്റ്. എക്സാമ്പിൾ, റെസിൻ ബോണ്ടഡ് ബ്രിഡ്ജസ്. പല്ലിൻ്റെ ഭാഗങ്ങളെ പരമാവധി പരിരക്ഷിച്ചുകൊണ്ട് വളരെ കുറച്ച് ബയോമെക്കാനിക്കൽ പ്രിപ്പറേഷൻ ചെയ്ത് റെസിൻ പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് പല്ലിൽ ഉറപ്പിക്കുന്നവയാണ് അഡ്ഹസീവ് ബ്രിഡ്ജസ്. ഉദാഹരണം, റെസിൻ ബോണ്ടഡ് ബ്രിഡ്ജസ്. ഇനി നമുക്ക് ഫിക്സഡ് പ്രോസ്തഡോണ്ടിക്സിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ടെർമിനോളജീസ് നോക്കാം. ടൂത്ത് പ്രിപ്പറേഷൻ. ഇറ്റ് ഈസ് എ ക്ലിനിക്കൽ പ്രോസസ് where the natural tooth or teeth is prepared to receive a crown. ടൂത്ത് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് സ്ഥിര കൃത്രിമ ദന്തങ്ങളെ ഉറപ്പിച്ച് നിർത്താൻ ഉപയോഗിക്കുന്ന ആരോഗ്യമുള്ള പല്ലുകളെ ക്ലിനിക്കലായി തയ്യാറാക്കുന്ന രീതിയാണ് ടൂത്ത് പ്രിപ്പറേഷൻ. മാസ്റ്റർ കാസ്റ്റ് ആൻഡ് ഡൈ. ഇറ്റ് ഈസ് ദ പോസിറ്റീവ് റീപ്രൊഡക്ഷൻ ഓഫ് ദ പ്രിപ്പയർഡ് ടൂത്ത് ആൻഡ് കൺസിസ്റ്റ് ഓഫ് എ സ്യൂട്ടബിൾ ഹാർഡ് സബ്സ്റ്റൻസ് ഓഫ് sufficient accuracy, usually an improved stone, resin or metal. തയ്യാറാക്കിയ പല്ലുകളുടെ യഥാർത്ഥ രൂപം സ്റ്റോൺ, റെസിൻ അല്ലെങ്കിൽ മെറ്റൽ ഉപയോഗിച്ച് പുനർസൃഷ്ടിക്കുന്നതാണ് മാസ്റ്റർ കാസ്റ്റ്. ഡൈ പിൻ ഓർ ഡൈ സിസ്റ്റം. ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് പ്രിപ്പയറിംഗ് ദ ഡൈ ഓൺ ദ മാസ്റ്റർ കാസ്റ്റ്. മാസ്റ്റർ കാസ്റ്റിൽ ഡൈ ഉണ്ടാക്കുന്ന രീതിയാണ്, സിംഗിൾ ടൂത്ത് റെപ്ലിക്ക ആണ് ഡൈ എന്ന് പറയുന്നത്. ഡൈ ഉണ്ടാക്കുന്ന രീതിയാണ് ഡൈ പിൻ ഓർ ഡൈ സിസ്റ്റം. Dye spacer, a paint-on material that dries to a non-thickness used to provide space between a crown and the underlying tooth preparation. Dye spacer എന്ന് പറയുന്നത് സിമെൻറ്റിനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. തയ്യാറാക്കിയ പല്ലുകളുടെയും ഉണ്ടാക്കിയ കൃത്രിമ ദന്തങ്ങളുടെയും ഇടയിൽ വിടവുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പെയിൻറ്റ് പോലെയുള്ള മെറ്റീരിയലാണ് ഡൈ സ്പേസർ. ഡെൻ്റൽ കാസ്റ്റിംഗ്. It is a process by which a wax pattern of a restoration is converted to a replicating dental alloy. പുനർസൃഷ്ടിക്കേണ്ട പല്ലുകളെ മെഴുക് ഉപയോഗിച്ച് കൃത്രിമമായി ഉണ്ടാക്കുകയും അവയെ പിന്നീട് ദന്തലോഹങ്ങൾ ഉപയോഗിച്ച് മാറ്റിയെടുക്കുന്ന രീതിയാണ് ഡെൻ്റൽ കാസ്റ്റിംഗ്. കാസ്റ്റിംഗ് ചെയ്തത് വായിൽ വെച്ച് നോക്കുന്നതാണ് മെറ്റൽ ട്രൈൻ എന്ന് പറയുന്നത്. മെറ്റൽ ട്രൈനിന് ശേഷം അതിൻ്റെ മുകളിൽ പോർസലൈൻ ബിൽഡപ്പ് ഓർ അപ്ലിക്കേഷൻ, ഈ വാർത്തെടുത്ത ലോഹത്തിന് മുകളിൽ സെറാമിക് പോലുള്ള വസ്തുക്കൾ ആവരണം ചെയ്ത് പല്ലിൻ്റെ യഥാർത്ഥ നിറത്തിലും ആകൃതിയിലും പുനർസൃഷ്ടിക്കുന്നു.
അടുത്തതായി സ്റ്റെപ്സ് ഇൻ ഫാബ്രിക്കേഷൻ ഓഫ് എ ഫിക്സ്ഡ് പാർഷ്യൽ ഡെഞ്ചർ. ഫിക്സ്ഡ് പാർഷ്യൽ ഡെഞ്ചറിൻ്റെ നിർമ്മാണത്തിലുള്ള ക്ലിനിക്കൽ സ്റ്റെപ്സും ലബോറട്ടറി സ്റ്റെപ്സും എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സാമിനേഷൻ ആൻഡ് ഡയഗ്നോസിസ്, പരിശോധനയും രോഗനിർണയവും. പ്രൈമറി ഇംപ്രഷൻ ആൻഡ് വാക്സ് ബൈറ്റ്, ആദ്യത്തെ അളവെടുത്തതിന് ശേഷം മെഴുക് ഉപയോഗിച്ച് ഒക്ലൂഷൻ അല്ലെങ്കിൽ കടി രേഖപ്പെടുത്തുന്നു. അളവെടുത്തത് പ്രൈമറി കാസ്റ്റ് പോറിയുന്നു, പോറിംഗ് ഓഫ് ഡയഗ്നോസ്റ്റിക് കാസ്റ്റ് ആൻഡ് മൗണ്ടിങ് ഓൺ എൻ ആർട്ടിക്കുലേറ്റർ യൂസിങ് ദ വാക്സ് ബൈറ്റ്. വാക്സ് ബൈറ്റ് ഉപയോഗിച്ച് ഒരു ആർട്ടിക്കുലേറ്ററിൽ മൗണ്ട് ചെയ്യുന്നു. അതിനുശേഷം ക്ലിനിക്കൽ സ്റ്റെപ്പായിട്ട് വരുന്നത് ടൂത്ത് പ്രിപ്പറേഷൻ, ജിഞ്ചൈൽ റിട്രാക്ഷൻ ആൻഡ് സെക്കൻഡറി ഇംപ്രഷൻ ആൻഡ് ഷെയ്ഡ് സെലക്ഷൻ. ടൂത്ത് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഇംപ്രഷൻ എടുക്കുന്നു, ഷെയ്ഡ് നോക്കുന്നു. അതിനുശേഷം ലബോറട്ടറി സ്റ്റെപ്പായിട്ട് വരുന്നത് താൽക്കാലികമായ പല്ലുകൾ വെച്ച് കൊടുക്കുന്നു. പോറിംഗ് ഓഫ് മാസ്റ്റർ കാസ്റ്റ്, ഇൻ്ററിം റീസ്റ്റോറേഷനിസ് താൽക്കാലിക പല്ല് സെറ്റുകൾ വെച്ച് കൊടുക്കുന്നു. പോറിംഗ് ഓഫ് മാസ്റ്റർ കാസ്റ്റ് പോർ ചെയ്യുന്നു. ഡൈ പ്രിപ്പറേഷൻ ആൻഡ് ഡൈ ട്രിമ്മിംഗ്, ഫാബ്രിക്കേഷൻ ഓഫ് വാക്സ് പാറ്റേൺ, സ്പ്രൂയിങ്, ഇൻവെസ്റ്റിംഗ് ആൻഡ് കാസ്റ്റിംഗ്, ട്രിമ്മിംഗ് ആൻഡ് ഫിനിഷിംഗ്. മാസ്റ്റർ കാസ്റ്റ് പോർ ചെയ്ത ശേഷം ഡൈ പ്രിപ്പയർ ചെയ്യുന്നു, ഡൈ ട്രിം ചെയ്യുന്നു. ട്രിം ചെയ്തതിന് ശേഷം മെഴുകിൽ വാക്സ് പാറ്റേൺ ഉണ്ടാക്കുന്നു. വാക്സ് പാറ്റേണ് ലോഹമാക്കി മാറ്റുന്നു. ലോഹമാക്കി മാറ്റിയതിന് കാസ്റ്റിങ്ങിന് ശേഷം ലോഹമാക്കി മാറ്റുന്നു. അത് ട്രിം ചെയ്തിട്ട് ഇനിയത്തെ പ്രൊസീജിയർ ക്ലിനിക്കൽ പ്രൊസീജിയറാണ്. അത് വായിൽ വെച്ച്, രോഗിയുടെ വായിൽ വെച്ച് ട്രൈൻ ചെയ്യുന്നു. ദറ്റ് ഈസ് മെറ്റൽ ട്രൈൻ. മെറ്റൽ ട്രൈനിന് ശേഷം പോഴ്സലൈൻ ബിൽഡപ്പ് ആൻഡ് ഗ്ലേസിംഗ്. പോഴ്സലൈൻ ബിൽഡപ്പ് ചെയ്ത് പല്ലിൻ്റെ അതേ യഥാർത്ഥ രൂപത്തിലും ആകൃതിയിലും നിറത്തിലും എടുത്തതിന് ശേഷം പേഷ്യൻറ്റിൻ്റെ വായിൽ സിമെൻറ്റ് ഉപയോഗിച്ച് പേഷ്യൻറ്റിൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നു. സിമെൻറ്റ് ഉപയോഗിച്ച് ഫിക്സ് ചെയ്യുന്നു. പൂർണ്ണമായും കൃത്രിമമായി പുനർസൃഷ്ടിച്ച പല്ലുകൾ സിമെൻറ്റ് ഉപയോഗിച്ച് ഉറപ്പിക്കുന്നു. ഇത്രയും സ്റ്റെപ്സാണുള്ളത് ക്ലിനിക്കൽ ആൻഡ് ലബോറട്ടറി സ്റ്റെപ്സ്. ക്ലിനിക്കൽ സ്റ്റെപ്സ് ഒന്നുകൂടെ പറയാം. എക്സാമിനേഷൻ ആൻഡ് ഡയഗ്നോസിസ്, primary impression and wax bite, tooth preparation, gingival retraction and secondary impression, shade selection, metal trying and cementation. Laboratory steps, pouring of diagnostic cast and mounting on an articulator using the wax bite, interim restoration, pouring of master cast, dye preparation and dye trimming, fabrication of wax pattern, spruing, investing and casting, trimming and finishing, porcelain, build-up and glazing. പോസ്റ്റ് സിമെൻറ്റേഷൻ ഇൻസ്ട്രക്ഷൻസ്. സിമെൻറ്റേഷന് ശേഷം രോഗി എന്തൊക്കെ ശ്രദ്ധിക്കണം? അവോയ്ഡ് ലോഡിംഗ് ഓർ ബൈറ്റിംഗ് ഓൺ ദ റെസ്റ്റോറേഷൻ ഫോർ ദ ഫസ്റ്റ് 24 hours. എക്സസൈസ് ഓൾ ഓറൽ ഫങ്ഷൻസ്. അവോയ്ഡ് സഡൻ ഇമ്പാക്റ്റ് ഫോഴ്സസ്. മെയിൻ്റനൻസ് ആൻഡ് ഓറൽ ഹൈജീൻ പ്രൊസീജിയേഴ്സ്. റെഗുലർ റീകോൾ. റിപ്പോർട്ട് ഇമ്മീഡിയറ്റ്ലി ഇഫ് ദർ ഈസ് പെയിൻ. സ്ഥിരദന്തങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 24 മണിക്കൂർ വരെ കട്ടി കൂടിയ ആഹാര സാധനം കടിക്കാൻ പാടില്ല. വായയുടെ മറ്റുള്ള എല്ലാ ധർമ്മങ്ങളും അതേപടി തുടരുക. ഉറപ്പിച്ച സ്ഥിര കൃത്രിമ ദന്തങ്ങളിൽ പെട്ടെന്നുള്ള ആഘാതം ഏൽപ്പിക്കാതിരിക്കുക. വദനാരോഗ്യം വളരെ നന്നായി സൂക്ഷിക്കുക. നിശ്ചിത ഇടവേളകളിൽ ചെക്കപ്പിന് വരിക. എന്തെങ്കിലും അസ്വസ്ഥതയോ വേദനയോ ഉണ്ടെങ്കിൽ ഉടനെ റിപ്പോർട്ട് ചെയ്യുക. Home care instructions for a patient with a fixed prosthesis. Good home care is essential to the maintenance of a fixed prosthesis. A fixed prosthesis and its supporting tissues must be brushed carefully every day. The use of superflows should also be used to keep the area between the replacement tooth and the gums free of food particles and play. If your bite feels uneven or if you experience persistent pain or sensitivity outside of the norm after your restoration is placed, it is important to contact your doctor's office for assistance. വീട്ടിൽ വെച്ച് പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ. സ്ഥിര കൃത്രിമ ദന്തങ്ങൾ വീട്ടിൽ വെച്ച് വളരെ നന്നായി പരിപാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഉറപ്പിച്ചിരിക്കുന്ന സ്ഥിരദന്തങ്ങളെയും അതോടനുബന്ധിച്ച മറ്റു വദന ഭാഗങ്ങളെയും ദിവസത്തിൽ 2 നേരമെങ്കിലും ബ്രഷ് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. വേണമെങ്കിൽ ഡെൻ്റൽ ഫ്ലോസ് പോലുള്ളവ ഉപയോഗിച്ച് പല്ലും അനുബന്ധ ഭാഗങ്ങളും വൃത്തിയാക്കണം. ഘടിപ്പിച്ച കൃത്രിമ ദന്തങ്ങൾ കൊണ്ട് വേദനയോ പുളിപ്പോ കടി കൂടുതലോ കുറവോ കിട്ടുന്ന അവസ്ഥയുണ്ടെങ്കിൽ ഉടനെ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ഇത്രയുമാണ് ഫിക്സഡ് പ്രോസ്തസിസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഓവർഡെൻചർ എന്താണെന്ന് നോക്കാം.
Overdenture. A removable partial denture or complete denture that covers and rests on one or more remaining natural teeth, the roots of natural teeth or dental implants. വായിൽ നിലനിൽക്കുന്ന ആരോഗ്യമുള്ള പല്ലുകളുടെ മുകളിലോ അല്ലെങ്കിൽ പല്ലുകളുടെ വേരിൻ്റെ മുകളിലോ ഭാഗികമായോ അല്ലെങ്കിൽ മുഴുവനായോ ഘടിപ്പിക്കുന്ന കൃത്രിമ ദന്തങ്ങളെയാണ് ഓവർഡെൻച്ചർ എന്ന് പറയുന്നത്. ഇൻഡിക്കേഷൻസ്: for persons having lost most teeth but few healthy teeth or roots are remaining, for patients with congenital intraoral defect, for patients with badly worn down teeth, for patients with abnormal jaw size or position. ഓവർഡെൻച്ചർ വയ്ക്കാനുള്ള സൂചനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വ്യക്തിയുടെ വായിലുള്ള മിക്കവാറും പല്ലുകൾ നഷ്ടപ്പെടുകയും പക്ഷേ ആരോഗ്യമുള്ള കുറച്ച് പല്ലോ അല്ലെങ്കിൽ പല്ലിൻ്റെ വേരുകളോ വായിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഓവർഡെൻച്ചർ കൊടുക്കാം. മുച്ചുറി പോലുള്ള ജന്മനായുള്ള വൈകല്യങ്ങൾ, വളരെയധികം തേഞ്ഞു പോയിരിക്കുന്ന പല്ലുകൾ, സാധാരണയിൽ കവിഞ്ഞുള്ള താടിയെല്ലുകളുടെ വലിപ്പവും സ്ഥാനവും, ഇത്തരം കണ്ടീഷൻസിൽ ഓവർഡെൻച്ചേഴ്സ് കൊടുക്കാവുന്നതാണ്. ഇമ്മീഡിയറ്റ് ഡെൻച്ചർ: എനി റിമൂവബിൾ ഡെൻ്റൽ പ്രോസസ്സസ് fabricated for placement immediately following the removal of the natural tooth or teeth. പല്ലുകളോ അല്ലെങ്കിൽ പല്ലുകളുടെ വേരുകളോ വായിൽ നിന്ന് നീക്കം ചെയ്തതിന് ശേഷം ഉടൻ തന്നെ പുനർസൃഷ്ടിക്കുന്ന നിർമ്മിത ദന്തങ്ങളെയാണ് ഇമ്മീഡിയറ്റ് ഡെൻച്ചേഴ്സ് എന്നറിയപ്പെടുന്നത്. ഇൻഡിക്കേഷൻസ്: പീപ്പിൾ ഹു cannot afford to be without teeth for even the shortest period of time, in patients of high socioeconomic status, in certain professionals such as teachers, singers and stage artists, in young edentulous patients. ഇമ്മീഡിയറ്റ് ഡെൻച്ചേഴ്സ് വയ്ക്കുവാനുള്ള സൂചനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നഷ്ടപ്പെട്ടു പോയ പല്ലുകളില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റാത്ത വ്യക്തികൾ, വളരെയധികം സാമ്പത്തിക ഭദ്രതയുള്ളവർ, അധ്യാപകർ, ഗായകർ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ, വളരെ ചെറുപ്രായത്തിൽ തന്നെ പല്ല് നഷ്ടപ്പെടുന്നവർ. ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഇമ്മീഡിയറ്റ് ഡെൻച്ചേഴ്സാണ് സ്യൂട്ടബിൾ. ഇനി നമുക്ക് റീലൈനിങ് ആൻഡ് റീബേസിങ് എന്താണെന്ന് നോക്കാം. ദ ക്ലിനിക്കൽ എഫേർട്സ് ദാറ്റ് എയിം അറ്റ് prolonging the useful life of complete denture involve a refitting of the impression surface of the denture by means of a reline or rebase procedure. Relining is a process of adding some material to the tissue side of the denture to fill the space between the tissue and the denture base. Rebasing, it is the process of replacing all the base material of a denture. മുഴുവനായിട്ടുള്ള കൃത്രിമ ദന്തങ്ങളുടെ ആയുസ്സും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാൻ വേണ്ടി നിർമ്മിത ദന്തങ്ങളുടെ മോണയുമായി സമ്പർക്കത്തിൽ വരുന്ന ഭാഗത്ത് ചിലതരം മെറ്റീരിയൽ ഉപയോഗിക്കുന്ന ക്ലിനിക്കൽ പ്രൊസീജിയറാണ് റീലൈനിങ്. റീബേസിംഗ് എന്ന് പറഞ്ഞാൽ കൃത്രിമ ദന്തങ്ങളുടെ ഡെഞ്ചർ ബേസ് തന്നെ പുനർസൃഷ്ടിക്കുന്നതിനെയാണ് പറയുന്നത്. ഇൻഡിക്കേഷൻസ്: immediate denture at 3 to 6 months. The adaptation of denture to the ridges is poor. The cost of new dentures, physical or mental stress such as for geriatric or chronically ill patients. Relining or rebasing ചെയ്യേണ്ടി വരുന്നത് എപ്പോഴെന്ന് നോക്കാം. പല്ലുകൾ നീക്കം ചെയ്ത ഉടനെ മുഴുവൻ കൃത്രിമദന്തങ്ങൾ വെച്ചവരിൽ കുറച്ചു കാലം കഴിഞ്ഞാൽ മോണ ചുരുങ്ങി പോകും. അപ്പോൾ മോണയുടെയും നിർമ്മിത ദന്തങ്ങൾക്ക് ഇളക്കം സംഭവിക്കാൻ സാധ്യതയുണ്ട്. കൃത്രിമ ദന്തങ്ങൾക്ക് മോണയുമായുള്ള പിടുത്തം വളരെ കുറഞ്ഞ അവസ്ഥ, പുതിയ ഡെഞ്ചർ ഉണ്ടാക്കാനുള്ള സാമ്പത്തിക ഭദ്രത, ശാരീരികമായും മാനസികമായും ആരോഗ്യം കുറഞ്ഞ വയോജനങ്ങളും സ്ഥിരമായി അസുഖം ബാധിച്ചവരും ഇങ്ങനെയുള്ളവർക്ക് റീലൈനിങ് ഓർ റീബേസിംഗ് പ്രൊസീജിയേഴ്സാണ് ചെയ്യുന്നത്. ഇനി റീലൈനിങ് മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 തരം റീലൈനിങ് മെറ്റീരിയൽസ് ഉണ്ട്. ഷോർട്ട് ടേം ആയിട്ട് ഉപയോഗിക്കുന്നത്, ഇൻ്റർമീഡിയറ്റ് ആയി ഉപയോഗിക്കുന്നത്, ലോങ് ടേം ഉപയോഗിക്കുന്നത്. ഷോർട്ട് ടേം ലൈനേഴ്സ് ഓർ ടിഷ്യൂ കണ്ടീഷണേഴ്സ് യൂസ്ഡ് ഇൻട്രാഓറലി ഫോർ അപ് ടു 30 ഡേയ്സ്. ഹ്രസ്വകാല ലൈനേഴ്സ് 30 ദിവസം വരെ നിലനിൽക്കുന്നവയാണ്. ഇൻ്റർമീഡിയറ്റ് ലൈനേഴ്സ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് ലൈനർ പ്ലേസ്ഡ് ഇൻ എ റിമൂവബിൾ പ്രോസസ്സസ് യൂഷ്വലി ലാസ്റ്റ് ഫോർ 1 to 2 months. ഏകദേശം 1-2 മാസങ്ങൾ വരെ നിലനിൽക്കുന്നവയാണ്. ലോങ് ടേം ലൈനേഴ്സ്: a long-term liner is categorized as one that maintains softness and elasticity for more than 30 days. ദീർഘകാല ലൈനേഴ്സ് 30 ദിവസത്തിൽ കൂടുതൽ നിലനിൽക്കുന്നവയാണ്. ടിഷ്യൂ കണ്ടീഷണേഴ്സ് എന്താണെന്ന് നോക്കാം.
soft denture liners which may be applied to the fitting surface of a denture that provide a temporary cushion effect and should undergo a degree of plastic flow for 24 to 36 hours after മിക്സിങ്. കൃത്രിമദന്തങ്ങളുടെ മോണയുമായി സമ്പർക്കത്തിൽ വരുന്ന ഭാഗത്ത് ഉപയോഗിക്കുന്ന സോഫ്റ്റ് ഡെഞ്ചർ ലൈനർ ആണ് ടിഷ്യൂ കണ്ടീഷണേഴ്സ്. ഇവ കൃത്രിമദന്തങ്ങൾക്ക് താൽക്കാലികമായൊരു കുഷനിങ് ഇഫക്റ്റ് കൊടുക്കുന്നു. Intermediate liners used for 1 to 6 months are made up of plasticized acrylic. Plasticizers leach out in 1 to 2 months and the material loses its resiliency. Acrylic പോലുള്ള പ്ലാസ്റ്റിക് പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് 1 മുതൽ 6 മാസം വരെ നിലനിൽക്കുന്നവയാണ് intermediate liners. Long-term liners, it is also called permanent soft liners, increases patient tolerance for tissue pain associated with hard resin denture base. നിർമ്മിത ദന്തങ്ങൾ മോണകളിൽ ഉണ്ടാക്കുന്ന വേദനകളെ കുറയ്ക്കുവാൻ സഹായിക്കുന്ന സ്ഥിരമായ ലൈനേഴ്സാണ് ലോങ് ടേം ലൈനേഴ്സ്. വേരിയസ് മെറ്റീരിയൽസ് അക്രിലിക്, സിലിക്കോൺ റബ്ബേഴ്സ്, പോളിഫോസ്ഫസിൻ, ഫ്ലൂറോ ഇലാസ്റ്റമേഴ്സ്. ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അക്രിലിക്, സിലിക്കോൺ റബ്ബർ, polyphosphocene, fluoroelastomers. Acrylic, heat cure or self cure. Powder consists of beads of polyethyl or polybutyl methacrylate along with some peroxide initiator and pigment. The liquid is a mixture of butyl methacrylate and plasticizers. The presence of a free monomer results in inferior mechanical properties and reduced ബയോകോമ്പാക്റ്റബിലിറ്റി. അക്രിലിക് പൗഡർ ആൻഡ് ലിക്വിഡ് രൂപത്തിലാണ് കിട്ടുന്നത്. സിലിക്കോൺ റബ്ബർ, ഹീറ്റ് ക്യൂർ ഓർ കോൾഡ് ക്യൂർ ഓർ റൂം ടെമ്പറേച്ചർ വൾക്കനൈസേഷൻ. The liner sets by a cross-linking reaction that is catalyzed by heat and the peroxide initiator. It is processed against the acrylic duff of a denture. The material are supplied as paste and liquid. സിലിക്കോൺ റബ്ബേഴ്സും ഹീറ്റ് ക്യൂർ ഉണ്ട്, കോൾഡ് ക്യൂർ ഉണ്ട്, അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ വൾക്കനൈസേഷൻ സിലിക്കോൺസ് ഉണ്ട്. പേസ്റ്റ് ആൻഡ് ലിക്വിഡ് ആയിട്ടാണ് ലഭിക്കുന്നത്. പേസ്റ്റും ലിക്വിഡും വേണ്ട അനുപാതത്തിൽ കലർത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അടുത്തതായി ചെയർ സൈഡ് ടെക്നിക് ഓഫ് റീലൈനിങ്. റീലൈനിങ് ചെയ്യുന്ന പ്രക്രിയ എങ്ങനെയാണെന്ന് നോക്കാം. The fitting surface of the denture is cleaned and abraded by stone in handpiece. മോണയുമായി സമ്പർക്കത്തിൽ വരുന്ന കൃത്രിമദന്തങ്ങളുടെ ഭാഗത്തിന് ഇൻറ്റീരിയർ സർഫസ് ഓഫ് ദ ഡെഞ്ചർ ഹാൻഡ് പീസിലെ സ്റ്റോൺ ഉപയോഗിച്ച് പരുപരുത്തതാക്കുന്നു. ദ റീലൈനിങ് മെറ്റീരിയൽ ഈസ് മിക്സ്ഡ് ആൻഡ് പ്ലേസ്ഡ് ഓൺ ദ ക്ലീൻഡ് ഡ്രൈഡ് ഇംപ്രഷൻ സർഫസ് ഓഫ് ദ ഡെഞ്ചർ. കൃത്രിമദന്തങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്ന ഭാഗത്തിനെ നല്ലവണ്ണം ഡ്രൈ ആക്കിയതിന് ശേഷം റീലൈനിങ് മെറ്റീരിയൽ മിക്സ് ചെയ്ത് അവിടെ പുരട്ടുന്നു. അപ്ലൈ എ തിൻ ലെയർ ഓഫ് വാസലിൻ ഓൺ ദ ഡെഞ്ചർ ബെയറിംഗ് ഏരിയ. വാസലിൻ പോലുള്ള വസ്തുക്കൾ കൃത്രിമദന്തങ്ങളുമായി സമ്പർക്കത്തിൽ വരുന്ന മോണയുടെ ഭാഗത്ത് പുരട്ടുന്നു. The denture is inserted in the mouth, seated on the tissues and seated in proper occlusion. റീലൈനിങ് മെറ്റീരിയൽ പുരട്ടിയ കൃത്രിമദന്തം മോണയിലേക്ക് ശ്രദ്ധാപൂർവം വയ്ക്കുകയും പല്ലുകൾ തമ്മിലുള്ള യഥാർത്ഥ ഒക്ലൂഷനിൽ കൊണ്ടുവരികയും ചെയ്യുന്നു. If both upper and lower dentures are to be relined, they should be done one at a time. മുകളിലെയും താഴത്തെയും കൃത്രിമദന്തം റീലൈൻ ചെയ്യേണ്ട ആവശ്യകതയുണ്ടെങ്കിൽ അവ രണ്ടും ഒന്നിച്ച് ചെയ്യേണ്ടതാണ്. The material has become sufficiently stiff. The denture should be withdrawn from the mouth and the excess material at the borders are removed and smoothened. മോണയിലേക്ക് വെച്ചിരിക്കുന്ന കൃത്രിമദന്തങ്ങളിലെ റീലൈനിങ് മെറ്റീരിയലുകൾക്ക് വേണ്ടത്ര ദൃഢതയും ഗാഢതയും വന്നു കഴിഞ്ഞാൽ ഈ കൃത്രിമദന്തങ്ങൾ ഊരിയെടുത്ത് വശങ്ങളിലും മറ്റും പറ്റിപ്പിടിച്ച അധികം വന്ന റീലൈനിങ് മെറ്റീരിയലുകൾ ശ്രദ്ധാപൂർവം നീക്കി അവയെ മൃദുലമാക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ചെയർ സൈഡ് ടെക്നിക് ഓഫ് റീലൈനിങ്ങിൽ ചെയ്യുന്നത്. ഇനി നമുക്ക് സാമ്പിൾ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഫിക്സ്ഡ് പാർഷ്യൽ ഡെഞ്ചർ, ഡ്രോ ഡയഗ്രാം. ഫിക്സഡ് പാർഷ്യൽ ഡെഞ്ചറിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക, അതിൻ്റെ പടം വരയ്ക്കുക. റൈറ്റ് ദ ഇൻഡിക്കേഷൻസ് ഓഫ് ഇമീഡിയറ്റ് ഡെഞ്ചർ ആൻഡ് ഓവർ ഡെഞ്ചർ. ഇമീഡിയറ്റ് ഡെഞ്ചറും ഓവർ ഡെഞ്ചറും വയ്ക്കാനുള്ള സൂചനകൾ ഏതൊക്കെയാണെന്ന് എഴുതുക. എക്സ്പ്ലെയിൻ ദ ചെയർ സൈഡ് ടെക്നിക് ഓഫ് റീലൈനിങ്.
chair side technique of relining explain ചെയ്യുക. Enumerate the steps in fabrication of a fixed partial denture. Fixed partial denture വയ്ക്കുവാനുള്ള സ്റ്റെപ്സ്, ക്ലിനിക്കൽ സ്റ്റെപ്സും ലബോറട്ടറി സ്റ്റെപ്സും എഴുതുക. Assignment: prepare a poster on home care instructions for the patient with a fixed prosthesis. Fixed prosthesis ഉള്ള ഒരു രോഗി വീട്ടിൽ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു പോസ്റ്റർ ഉണ്ടാക്കി നിങ്ങൾക്ക് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. അടുത്ത ക്ലാസ് വരെ സ്റ്റേ സേഫ് ആൻഡ് സെക്യൂർ. താങ്ക് യു.